ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. സ്വാഗതം. കുവൈറ്റ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ജാബർ മുബാറക് അൽ അഹമ്മദ് അൽ മുബാറക് അൽ സബാഹ് അന്തരിച്ചു. 2011 നവംബർ 28 മുതൽ 2019 വരെ കുവൈറ്റിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. 1942 ജനുവരി 4 ജനനം. 2001 ഫെബ്രുവരി 14 ഉപപ്രധാനമന്ത്രിയായും പ്രതിരോധ മന്ത്രിയുമായും നിയമിതനായി. 2006 ഫെബ്രുവരി 9 ഒന്നാം ഉപപ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. ആഭ്യന്തരം, പ്രതിരോധം മുതലായ സുപ്രധാന വകുപ്പുകളും അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. UAE ഉൾപ്പെടെയുള്ള ഗൾഫ് നാടുകളിലെ പ്രവാസികളും ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലാണ്. രാജ്യത്തെ കച്ചവട സ്ഥാപനങ്ങളെല്ലാം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഓണച്ചന്തയടക്കം ഒരുക്കിയിട്ടുണ്ട്. നാട്ടിൽ നിന്ന് പ്രത്യേകം പച്ചക്കറികൾ ഉൾപ്പെടെ എത്തിച്ചാണ് പ്രവാസികൾ ഓണം കെങ്കേമമാക്കുന്നത്. ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഓണം ആഘോഷിക്കാനായി പ്രവാസ ലോകവും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെയുള്ള സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും എല്ലാം കേരളീയ വിഭവങ്ങൾക്കായുള്ള സാധന സാമഗ്രികൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ എത്തിക്കഴിഞ്ഞു. ഇവിടെ ഓണച്ചന്തകളെല്ലാം ഒരുക്കിയാണ് ഇത്തവണത്തെ ഓണം ആഘോഷിക്കാനായി തയ്യാറെടുത്തിരിക്കുന്നത്. എൻ്റെ പുറകിൽ ഇതാ ഒരു ഓണച്ചന്തയുണ്ട്. ഇത് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഒരുക്കിയിരിക്കുന്ന ഓണച്ചന്തയാണ്. പ്രത്യേകത്തിൽ കേരളത്തിലുള്ള ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ പേര്, അതായത് വിളയൂർ ഗ്രാമപഞ്ചായത്ത്, നമ്മുടെ നാടിൻ്റെ ഓർമ്മകൾ കൃത്യമായി ലഭിക്കാനും നാടിൻ്റെ അതേ തനിമയിൽ ഓണം ആഘോഷിക്കാനുള്ള അവസരം. പ്രവാസികൾ എന്ന് പറഞ്ഞാൽ തന്നെ ഓർമ്മകളിൽ ജീവിക്കുന്നവരാണ്, നൊസ്റ്റാൾജിയയിൽ ജീവിക്കുന്ന ആളുകളാണ്. അവരുടെ ഓർമ്മകളിലേക്ക് പുതിയ സുഗന്ധം വീശുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ സൂപ്പർ മാർക്കറ്റുകളെല്ലാം നമ്മുടെ നാടിൻ്റെ അതേ തനിമ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ആ ഗ്രാമപഞ്ചായത്തിൻ്റെ ഓണച്ചന്തയിലേക്ക് പോവാം. ഓണത്തിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഓണത്തപ്പനുണ്ട്, അതോടൊപ്പം തന്നെ ചട്ടിയുണ്ട്, ബാക്കി അപ്പുറത്ത് പച്ചക്കറികളെല്ലാം തന്നെ നിറഞ്ഞിട്ടുണ്ട്. ഇത് വിളയൂർ ഗ്രാമപഞ്ചായത്താണ്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ യാദൃശ്ചികമായി 2 വിളയൂറുകാരെ കണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലാണ് ഈ ഒരു ഓണച്ചന്ത. യാദൃശ്ചികമായിട്ടാണെങ്കിലും ഒരു കൗതുകം തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങളും തന്നെ അപ്രതീക്ഷിതമായിട്ട് ഇവിടെ കണ്ടുമുട്ടിയത് വളരെയധികം അഭിമാനം തോന്നുന്നതാണ്. എങ്ങനെയാണ് വിളയൂരിലെ ഓണം ശരിക്കും? വളരെയധികം ഓണച്ചന്തയൊക്കെ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ മുന്നിലും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പ്രാവശ്യം ഇതേപോലെ ഒരു പന്തലക്കെട്ട് ശരിയാക്കി വന്നിട്ടുണ്ട്. നാട്ടിലെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു ഇതാ ഒരു വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രവാസ ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ദിവസവും ഞങ്ങളുടെ നാട്ടുകാർ ഒരുപാട് ഇവിടെ വരുന്നുണ്ട്. ഞാനും അത് അധിക ദിവസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എങ്ങനെ ഈ വർഷത്തെ ഓണം ആഘോഷിക്കുന്നത്? ഇവിടെയാണോ അല്ല നാട്ടിലേക്ക് പോകുന്നുണ്ടോ? അല്ല, ഞങ്ങളിപ്പോൾ നാട്ടിൽ നിന്ന് വന്നായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള ഫാമിലിയായിട്ടൊക്കെ കസിൻസും എല്ലാവരുമായിട്ട് ആഘോഷിക്കാനാണ് പ്ലാൻ. നോർമലി വാങ്ങാറാണ്. ഇപ്രാവശ്യം ചെറുതായിട്ടെങ്കിലും ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ ആലോചിക്കുന്നു. അത്രയില്ല. ഓണം എല്ലാ വർഷവും ഇവിടെ തന്നെയാണുണ്ടോ? അതായത് നാട്ടിലേക്ക് പോകുന്നുണ്ടോ? നാട്ടിൽ പോകാറുണ്ട്, ചില ടൈമിൽ ഇവിടെ കിട്ടാറുണ്ട്. ഫുൾ സാധനങ്ങളാണല്ലോ. നേരത്തെ സ്പെഷ്യൽ സാധനങ്ങളാണ് ഇതൊക്കെ. പച്ചക്കായ്, ബീൻസ്, വെണ്ട, പയറ്, പച്ചമാങ്ങ, ഒക്കെ സാമ്പാർ, കിച്ചടി, പച്ചടി എല്ലാം അടിപൊളി തന്നെ. ഓണം എവിടെയാണ് ആഘോഷിക്കുന്നത്? ഓണം ആഘോഷിക്കുന്ന സ്വന്തം വീട്ടിൽ ഇവിടെ തന്നെ മംസാറ്. നമ്മളെ ബോസിൻ്റെ വീട്ടിൽ ഓണസദ്യ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്. ഒരു 10 പേരുണ്ടാവും. 10 മലയാളി, 8 മലയാളി, 2 അതർ സ്റ്റേറ്റ്. ഇത്തരത്തിൽ പല രാജ്യക്കാരായ ആളുകൾ, പല നാടുകളിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ച് ഓണം ആഘോഷിക്കുന്ന എന്ന പ്രത്യേകതയും പ്രവാസ ലോകത്തുണ്ട്. പച്ചക്കറിക്കൊപ്പം പൂക്കളും ഒരു ഭാഗത്ത് മനോഹരമായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും ഓണം ആഘോഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ പ്രവാസ ലോകം. ഇനിയിപ്പോൾ പ്രവാസ ലോകത്ത് ഈ ഓണം അത്തം മുതൽ തിരുവോണം വരെയാണ് സാധാരണ ഓണമെങ്കിലും പ്രവാസ ലോകത്ത് മാസങ്ങൾ നീളുന്ന ആഘോഷമാണ്. അതിനൊരുങ്ങിക്കഴിഞ്ഞു പ്രവാസ ലോകം. തയ്യാറായിരിക്കുകയാണ് പ്രവാസികൾ. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. തിരുവേണത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് റിയാദിലെ മലയാളികൾ. വിവിധ ഹൈപ്പർ മാർക്കറ്റുകൾ പ്രത്യേകം ഒരുക്കിയ ഓണവിപണിയിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഓണാഘോഷം കെങ്കേമമാക്കാനുള്ള തിരക്കിലാണ് റിയാദിലെ മലയാളി സമൂഹവും.
സദ്യവട്ടത്തിനായുള്ള ഉൽപ്പന്നങ്ങളും ഓണക്കോടികളും പൂക്കളും വാങ്ങുന്നതിനായി മലയാളി മാനേജ്മെൻറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ ഹൈപ്പർ മാർക്കറ്റുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഞങ്ങൾ ഓണസദ്യക്കുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് വന്നതാണ്. ഞങ്ങൾ തന്നെയാണ് സദ്യ ഒരുക്കുന്നത്. ഇവിടെ ലുലുവിൽ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. അതുകൊണ്ട് ഞങ്ങൾ ലുലു ചൂസ് ചെയ്തത്. അവൈലബിൾ ആണ് എല്ലാ സാധനങ്ങളും. ഒറ്റ പർച്ചേസിൽ തന്നെ ഞങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓണാഘോഷത്തോടനുബന്ധിച്ച് വിവിധ ഹൈപ്പർ മാർക്കറ്റുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കുറവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓണസദ്യയ്ക്ക് ആവശ്യമായ നാടൻ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ മുതൽ പാചകം ചെയ്ത് തയ്യാറാക്കിയ വിവിധ ഇനം പായസങ്ങളും ഓണ വിഭവങ്ങളും വിൽപ്പനയ്ക്കായി തയ്യാറായിട്ടുണ്ട്. മുൻകൂർ ബുക്കിംഗ് പ്രകാരം 20 മുതൽ 30 വരെ വിഭവങ്ങളടങ്ങുന്ന ഓണസദ്യയും വിവിധ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിലും റെസ്റ്റോറൻറ്റുകളിലും ലഭ്യമാണ്. തിരുവോണത്തെ വരവേൽക്കുന്നതിനായി കേരളത്തിൽ നിന്ന് ഇത്തവണയും പ്രത്യേകമായി വിവിധ ഉൽപ്പന്നങ്ങളാണ് എത്തിച്ചിരിക്കുന്നതെന്ന് ലുലു ഹൈപ്പർ മാർക്കറ്റ് റിയാദ് മൊറബ്ബ ബ്രാഞ്ച് ജനറൽ മാനേജർ സമീർ ചത്തോലി അറിയിച്ചു. ലുലു മലയാളികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് പ്രത്യേകം വരുത്തിയിട്ടുള്ള പച്ചക്കറികൾ, ഓണപ്പുടവകൾ, ഗ്രോസറി ഐറ്റംസ്, അതുപോലെ ഓണസദ്യ, പായസത്തിന് വേണ്ടി പ്രത്യേകം ഒരു സ്റ്റാള് തന്നെ ഒരുക്കിയിരിക്കുന്നു. അതുപോലെ ഫ്രഷ് ഫ്ലവർ. പരമ്പരാഗത ഓണക്കൊടികൾക്ക് ഇത്തവണയും ഏറെ ആവശ്യക്കാരുണ്ടായിരുന്നു. പുതുപുത്തൻ ഫാഷനുകളിലുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കുട്ടികളുടെയും വസ്ത്രവിഭാഗം കൗണ്ടറുകളിലും സാമാന്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്. കുവൈറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഒസം ഓണം 2024 എന്ന പേരിൽ ഓണം മേള ആരംഭിച്ചു. ലുലു മാനേജ്മെന്റ് പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. പൂക്കള മത്സരം, പായസ മത്സരം, വടംവലി മത്സരം തുടങ്ങിയവ സംഘടിപ്പിച്ചു. കഥകളി ഉൾപ്പെടെ നിരവധി കലാപരിപാടികളും അരങ്ങേറി. ഓണത്തെ അടിസ്ഥാനമാക്കി ഉൽപ്പന്നങ്ങളുടെ വലിയ ശേഖരമാണ് എല്ലാ ഔട്ട്ലെറ്റുകളിലും ഒരുക്കിയിട്ടുള്ളത് എന്ന് മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട്. സൗദി ജിസാനൽ OICC യൂത്ത് വിംഗ് സംഘടിപ്പിക്കുന്ന ജംബറിക്കോ പ്രീമിയർ ലീഗിന്റെ താരലേലം നടന്നു. പ്രസിഡന്റ് ഉസ്മാൻ കൊറ്റുമ്പ നേതൃത്വം നൽകി. നവംബർ 21 ജിസാനൽ വെച്ച് ആണ് ക്രിക്കറ്റ് ലീഗ് സംഘടിപ്പിക്കുക. 6 ടീമുകളിലായി 78 താരങ്ങൾ ടൂർണമെന്റിന്റെ ഭാഗമാകും. സെൻട്രൽ കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് ജെയ്സൺ ജോസഫ് താരലേലം ഉദ്ഘാടനം ചെയ്തു. ജിനു ബേബി, ഷെഫീഖ് ഇടശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. ഓണാഘോഷത്തിന്റെ ഭാഗമായി അമേരിക്കയിൽ ന്യൂയോർക്ക് മലയാളി ഹെറിറ്റേജ് ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന വള്ളംകളി മത്സരത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ നടക്കുന്ന ഓണാഘോഷ പരിപാടികൾക്ക് ലോങ് ഐലൻഡ് ഫ്രീപോർട്ടിലെ കൗമെഡോ പാർക്ക് വേദിയാകും. ന്യൂയോർക്ക് സംസ്ഥാന സെനറ്റിലെ മലയാളി സെനറ്റർ കെവിൻ തോമസിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ടതാണ് ന്യൂയോർക്ക് മലയാളി ഹെറിറ്റേജ് ഫൗണ്ടേഷൻ. ഫ്രീപോർട്ട് മേയർ റോബർട്ട് കെന്നഡിയുടെ ഓഫീസ് ആഘോഷത്തിന് കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള നടപടികൾ സ്വീകരിച്ചു. പരിപാടികൾ ക്രമീകരിക്കുന്നത് അജിത് കൊച്ചൂസ്, ബിജു ചാക്കോ എന്നിവരാണ്. ഓസ്ട്രേലിയയിലെ പ്രവാസി മലയാളികൾക്ക് ഓണസമ്മാനമായി മ്യൂസിക്കൽ ആൽബം ശ്രാവണം പൊന്നോണം. റിപ്പോർട്ടിലേക്ക്. ഓർമ്മകളിലെ ഓണത്തെ പുനരാവിഷ്കരിക്കാൻ വെമ്പൽ കൊള്ളുന്നവരാണ് പ്രവാസി മലയാളികൾ. പ്രവാസ ലോകത്തെ ഓണാഘോഷങ്ങൾ സംഗീതാത്മകമായി അവതരിപ്പിക്കുകയാണ് ശ്രാവണം പൊന്നോണം എന്ന ഓണപ്പാട്ട്. തിരുവോണ തിരുനാളിൽ പൂവിളി വരുമ്പോൾ തിരുവാവണി പാടുന്നു തിത്തേതകതാരു. ജെമിനി ക്രിയേഷൻസിന്റെ ബാനറിൽ ഷിബു പോൾ നിർമ്മിക്കുന്ന ഒരു ഓണം ആൽബത്തിൽ ഞാൻ തിരുവോണ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം പാടി. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ്. ശ്രീകുമാർ ഇടപ്പോണാണ് ഇതിന്റെ ഗാനരചന. ഇത് സംഗീതം ചെയ്തിരിക്കുന്നത് സതീഷാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആ പാട്ട് കേൾക്കണം. ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണം. ആൽബത്തിന്റെ പേര് ശ്രാവണം പൊന്നോണം. ഓസ്ട്രേലിയൻ മലയാളികളുടെ ഓണാഘോഷങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ബ്രിസ്ബെയിനിൽ സ്ഥിരതാമസമാക്കിയ ഷിബു പോൾ ഓണപ്പാട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. ഓസ്ട്രേലിയൻ മലയാളികൾക്കുള്ള ഒരു സംഗീത സമ്മാനമാണ് ശ്രാവണം പൊന്നോണം എന്ന് പറയുന്ന ഈ ആൽബം. ഓസ്ട്രേലിയൻ മലയാളികൾ ഇപ്പോൾ ഓണത്തിൻ്റെ തിരക്കിലാണ്. ഇവിടെ വിവിധ സംഘടനകൾ, വിവിധ ക്ലബ്ബുകൾ, വിവിധ സബർബുകൾ കേന്ദ്രീകരിച്ച് ഓണം നടക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ മാസം. ഓഗസ്റ്റ് 29 ഓൺലൈനിൽ പുറത്തിറക്കിയ ഓണപ്പാട്ട് ഇതിനോടകം തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഓണപ്പാട്ടും ഓണക്കളികളുമായി മാവേലി തമ്പുരാനെ വരവേൽക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഓസ്ട്രേലിയയിലെ പ്രവാസി മലയാളികൾ.
ബ്രിസ്ബെയിനിൽ നിന്നും സ്വരാജ് സെബാസ്റ്റ്യൻ, 24. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടർ കൊല്ലപ്പെട്ട കേസിൽ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ്, കൊൽക്കത്ത പോലീസ് SHO അഭിജിത് മൊണ്ടാൽ എന്നിവരെ CBI അറസ്റ്റ് ചെയ്തു. തെളിവ് നശിപ്പിക്കൽ, അന്വേഷണം, വഴിതെറ്റിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ്. ഇരുവരെയും നാളെ കോടതിയിൽ ഹാജരാക്കും. സാമ്പത്തിക ക്രമക്കേട് കേസിൽ സന്ദീപ് ഘോഷ് നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. കാസർഗോഡ് കാഞ്ഞങ്ങാട് ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിൻ തട്ടി 3 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം. കോട്ടയം ചിങ്ങമനം സ്വദേശികളായ ചിന്നമ്മ, ഏഞ്ചൽ, അലീന തോമസ് എന്നിവരാണ് മരിച്ചത്. ഇന്ന് വൈകിട്ട് 7 മണിയോടെയായിരുന്നു അപകടം. കാസർഗോഡ് രാജപുരം കള്ളാറിൽ ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ കോട്ടയത്ത് നിന്നെത്തിയതാണ് 50 അംഗ സംഘം. വിവാഹശേഷം നാട്ടിലേക്ക് മടങ്ങാൻ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴായിരുന്നു അപകടം. മലബാർ എക്സ്പ്രസിലായിരുന്നു ഇവർക്ക് നാട്ടിലേക്ക് പോകേണ്ടിയിരുന്നത്. സ്റ്റേഷനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തതിനാൽ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയ ഇവർ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ട്രാക്ക് മുറിച്ചു കടക്കുകയായിരുന്നു. ഈ സമയം കണ്ണൂർ ഭാഗത്തു നിന്ന് വരികയായിരുന്ന കോയമ്പത്തൂർ ഹിസാർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് മൂവരെയും ഇടിച്ചു തെറിപ്പിച്ചു. ട്രെയിനിൽ കുടുങ്ങിയ ഒരാളുടെ ശരീരഭാഗം മംഗളൂരുവിൽ നിന്നാണ് കണ്ടെത്തിയത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 24 കാസർഗോഡ്. കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി അടുത്തയാഴ്ച തിരച്ചിൽ പുനരാരംഭിക്കും. ഗോവ പോർട്ടിൽ നിന്ന് ഡ്രഡ്ജർ ചൊവ്വാഴ്ച പുറപ്പെടുമെന്ന് ഡ്രഡ്ജിംഗ് കമ്പനി അറിയിച്ചു. കാലാവസ്ഥ അനുകൂലമായതോടെയാണ് ഷിരൂരിൽ ഡ്രഡ്ജർ എത്തിക്കാൻ നടപടി തുടങ്ങിയത്. തിങ്കളാഴ്ച ഗോവ പോർട്ടിൽ ഡിപ്പാച്ചർ നോട്ടീസ് നൽകും. ചൊവ്വാഴ്ച തന്നെ ഡ്രഡ്ജർ തൃശൂരിലേക്ക് പുറപ്പെടും. After 15th will be port open and 16th will be we are submit the departure notice. Goa port. Okay, 17th the mobilization start. Yes sir. ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ ഷിരൂരിലെത്തിക്കാൻ 38 മണിക്കൂർ ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ വ്യാഴാഴ്ചയോടെ ഗംഗാവലിപ്പുഴയിൽ തിരച്ചിൽ പുനരാരംഭിച്ചേക്കും. കഴിഞ്ഞ 5 ദിവസമായി മഴ മാറി നിൽക്കുന്നതിനാൽ 3 നോട്ട്സിൽ താഴെയാണ് പുഴയിലെ അടിയൊഴുക്ക്. തിരച്ചിൽ വീണ്ടും തുടങ്ങുന്നതിന് മുന്നോടിയായി നാവികസേന പുഴയിലെ അടിയൊഴുക്ക് വീണ്ടും പരിശോധിക്കും. 24 ബംഗളൂരു. മലപ്പുറത്ത് വീണ്ടും നിപ ബാധയെന്ന സംശയം. വണ്ടൂർ നടുപ്പത്ത് മരിച്ച യുവാവിന്റെ സാമ്പിൾ കോഴിക്കോട് ലാബിലെ പ്രാഥമിക പരിശോധനയിൽ പോസിറ്റീവായി. പുനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം വന്നാലേ രോഗം സ്ഥിരീകരിക്കൂ. ആരോഗ്യവകുപ്പ് മുൻകരുതൽ നടപടികളിലേക്ക് കടന്നു. സെപ്റ്റംബർ 9 തിങ്കളാഴ്ചയാണ് നടുവത്ത് സ്വദേശിയായ 24-കാരൻ മരിച്ചത്. മരണകാരണം നിപ്പ എന്നാണ് സംശയം. കോഴിക്കോട് ലാബിലേക്ക് അയച്ച സാമ്പിളിൽ നിപ്പ പോസിറ്റീവാണ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സാമ്പിളുകൾ ആരോഗ്യവകുപ്പ് അയച്ചു. ഈ ഫലം വന്നാൽ മാത്രമേ നിപ്പ സ്ഥിരീകരിക്കൂ. ഓഗസ്റ്റ് 22-നാണ് ബംഗളൂരുവിൽ നിന്ന് യുവാവ് നാട്ടിൽ എത്തിയതെന്നാണ് സൂചന. സെപ്റ്റംബർ 4-ന് പനി ബാധിച്ചു. തൊട്ടടുത്ത ദിവസം വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. പനി മൂർച്ഛിച്ചതിനെ തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇവിടെ വച്ചാണ് മരണം. മസ്തിഷ്കജ്വരത്തിന്റെ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. മുൻകരുതലിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് വണ്ടൂർ കേന്ദ്രീകരിച്ച് യോഗം ചേർന്നു. പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ 14 വയസ്സുകാരൻ 2 മാസം മുൻപാണ് നിപ്പ ബാധിച്ച് മരിച്ചത്. 24 മലപ്പുറം. സീതാറാം യെച്ചൂരി ഇനി വിപ്ലവ വീര്യത്തിന്റെ കെടാത്ത ഓർമ്മ. വിലാപയാത്രയ്ക്കൊടുവിൽ മൃതദേഹം ഡൽഹി എയിംസിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി കൈമാറി. രാഷ്ട്രീയ പ്രമുഖർ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ പ്രിയ സഖാവിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. രാവിലെ 10:15 വസന്ത് കുഞ്ചിലെ വസതിയിൽ നിന്ന് സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം CPM ആസ്ഥാനമായ AKG ഭവനിലെത്തിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള PB അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി. നേതാക്കളും പ്രവർത്തകരും സംഘടനാ പ്രതിനിധികളും പ്രിയ സഖാവിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. മുൻ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി, കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, P. ചിദംബരം, ജയറാം രമേശ്, NCP അധ്യക്ഷൻ ശരത് പവാർ, സമാജ്വാദി പാർട്ടി നേതാവ് രാം ഗോപാൽ യാദവ്, ആം ആദ്മി പാർട്ടി നേതാക്കളായ മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ് തുടങ്ങിയ ദേശീയ നേതാക്കളുടെ വലിയ നിര തന്നെ യെച്ചൂരിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തി. നേപ്പാൾ മുൻ പ്രധാനമന്ത്രി മാധവ് കുമാർ നേപ്പാളും അന്തിമോപചാരം അർപ്പിച്ചു. വൈകിട്ട് 3-ന് AKG ഭവനിൽ നിന്ന് വിലാപയാത്ര. ലാൽസലാം വിളികളോടെ 100 കണക്കിന് പേർ അനുഗമിച്ചു. മുൻപ് CPIM ഓഫീസ് പ്രവർത്തിച്ചിരുന്ന അശോക റോഡിലെ 14-ാം നമ്പർ വസതി വരെ വിലാപയാത്ര. തുടർന്ന് മൃതദേഹം ഡൽഹി എയിംസിന് കൈമാറി. ടീം 24 ഡൽഹി.
കോഴിക്കോട്ടെ വ്യവസായി മാമിയുടെ തിരോധാന കേസിൽ ഗുരുതര വീഴ്ച വരുത്തി കോഴിക്കോട് കമ്മീഷണറും മുൻ മലപ്പുറം എസ്പിയും കേസിന്റെ റിപ്പോർട്ടുകൾ ADGP MR അജിത് കുമാർ വഴി അയക്കരുത് എന്ന DGPയുടെ നിർദ്ദേശം അവഗണിച്ചു. DGPയുടെ വിലക്കുണ്ടായിട്ടും ഫയൽ ADGP MR അജിത് കുമാറിന് അയച്ചു നൽകി. മാമി തിരോധാനത്തിൽ ADGP MR അജിത് കുമാറിന് പങ്കുണ്ടെന്നായിരുന്നു PV അൻവർ MLAയുടെ വെളിപ്പെടുത്തൽ. ഇതിന് പിന്നാലെയാണ് മാമി തിരോധാന കേസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടുകൾ ആരോപണ സ്ഥാനത്ത് നിൽക്കുന്ന ADGP MR അജിത് കുമാർ വഴി പോലീസ് ആസ്ഥാനത്തേക്ക് അയക്കരുതെന്ന് DGP ഷേഖ് ദർവേഷ് സാഹിബ് നിർദ്ദേശം നൽകിയത്. DIG വഴി റിപ്പോർട്ടുകൾ അയക്കാനായിരുന്നു ഇരുവർക്കുമുള്ള നിർദ്ദേശം. എന്നാൽ മലപ്പുറം മുൻ SP S ശശിധരനും കോഴിക്കോട് കമ്മീഷണർ T നാരായണനും DGPയുടെ വിലക്ക് ലംഘിച്ച് ADGP MR അജിത് കുമാർ വഴി തന്നെ ഫയലുകൾ അയച്ചു. ഇത് പലതവണ ആവർത്തിച്ചു. ഈ നടപടിയിൽ DGP കടുത്ത അതൃപ്തിയിലാണ്. നിർദ്ദേശം അവഗണിച്ചത് സംബന്ധിച്ച് SP S ശശിധരനോടും കോഴിക്കോട് കമ്മീഷണർ T നാരായണനോടും വിശദീകരണം തേടാൻ DGP ഷേഖ് ദർവേഷ് സാഹിബ് നിർദ്ദേശം നൽകി. കേസിന്റെ അന്വേഷണ പുരോഗതി ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ വിലയിരുത്തുന്നതിലെ അസ്വാഭാവികത ഒഴിവാക്കാനുള്ള DGPയുടെ നീക്കമാണ് അട്ടിമറിക്കപ്പെട്ടത്. 24 തിരുവനന്തപുരം. കോഴിക്കോട് എഗലൂരിൽ യുവതിയും ഗർഭസ്ഥ ശിശുവും മരിച്ചതിൽ ആശുപത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മൊടക്കല്ലൂരിലെ മലബാർ മെഡിക്കൽ കോളേജിന് മുന്നിൽ മൃതദേഹവുമായി ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധിച്ചു. മൊടക്കല്ലൂരിലെ മലബാർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച എഗരൂൽ സ്വദേശി അശ്വതിയുടെ ഗർഭസ്ഥ ശിശു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മരിച്ചത്. ഗുരുതരാവസ്ഥയിലായിരുന്ന അശ്വതിയെ കോഴിക്കോട്ടെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഇന്നലെ ഉച്ചയോടെ മരിച്ചു. മലബാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിന്റെ അനാസ്ഥയാണ് 2 മരണങ്ങൾക്കും കാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഡോക്ടേഴ്സിനെതിരെ നരഹത്യക്ക് കേസെടുക്കണമെന്ന് അശ്വതിയുടെ ഭർത്താവ് വിനോദ് 24നോട് പറഞ്ഞു. എനിക്ക് പറയാനുള്ളത്, എനിക്ക് രണ്ടാളെ നേരെയാണ് എനിക്ക് ആരോപണമുള്ളത്. ഇത് ഒന്ന് എൻ്റെ വൈഫിനെ കാണിച്ച ഡോക്ടർ, OP ഡോക്ടർ പ്രജിഷ ഡോക്ടർ, പിന്നെ അവിടെ നിൽക്കുന്ന ഡ്യൂട്ടി ഡോക്ടർ എന്ന് പറഞ്ഞ ഈ ജാസ്മിൻ നരഹത്യക്ക് കേസ് കൊടുക്കണം. മലബാർ മെഡിക്കൽ കോളേജിന് മുന്നിൽ അശ്വതിയുടെ മൃതദേഹവുമായി നാട്ടുകാരും ബന്ധുക്കളും പ്രതിഷേധിച്ചു. മൃതദേഹവുമായി എത്തിയ ആംബുലൻസ് പോലീസ് തടഞ്ഞത് തർക്കത്തിനിടയാക്കി. ആശുപത്രി അധികൃതരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു. 19-ാം തീയതി എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ ഞങ്ങൾ ഇവിടേക്ക് വരും. വന്നു കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് പറ്റിയ അപാകതകൾ, ഡോക്ടറെടുത്ത് നിന്ന് പറ്റിയ അപാകതകൾ രേഖാമൂലം റിട്ടേൺ അന്വേഷണ റിപ്പോർട്ട് മാനേജ്മെന്റ് ഞങ്ങൾ സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം നടപടികളാണ് ഇനി ഒരു മക്കൾക്ക് പോലും എന്ത് ചെയ്തില്ല, ഇത്തരം നടപടി MMCന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. MMCന്റെ ഭാഗത്ത് പല തവണകളും ഇതേപോലുള്ള നടപടി ഉണ്ടായിട്ടുണ്ട്. കുടുംബത്തിന്റെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് അത്തോളി പോലീസ് കേസെടുത്തു. ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് ആശുപത്രി അധികൃതർ. 24 കോഴിക്കോട്. പ്രധാനമന്ത്രിയുടെ ജമ്മു കാശ്മീർ സന്ദർശനത്തിനിടെ ബാരാമുള്ളയിൽ സൈന്യവുമായി ഭീകരർ ഏറ്റുമുട്ടി 3 ഭീകരരെ വധിച്ചു. ജമ്മു കാശ്മീരിൽ ഭീകരവാദം അന്ത്യശ്വാസം വലിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലികളിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി എത്തിയതിന് പിന്നാലെയാണ് ഭീകരാക്രമണമുണ്ടായത്. ബാരമുള്ളയിലെ ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ സൈന്യം വധിച്ചു. പ്രദേശത്ത് ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. കിഷ്ത്വാറിൽ നടന്ന ഏറ്റുമുട്ടലിൽ 2 സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു. ജമ്മു കാശ്മീരിൽ ഭീകരവാദം അന്ത്യശ്വാസം വലിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നാഷണൽ കോൺഗ്രസും PDPയും കോൺഗ്രസും ജമ്മു കാശ്മീരിനെ തകർത്തെന്ന് വിമർശനം. ധോഡയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. ജമ്മു കാശ്മീരിലെ എല്ലാ കുട്ടികൾക്കും മികച്ച വിദ്യാഭ്യാസം നൽകാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പ് പോരാട്ടം ജമ്മു കാശ്മീരിലെ യുവാക്കളും 3 കുടുംബങ്ങളും തമ്മിലാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 24 ഡൽഹി. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിലെ മലബാർ ഡെർബിയിൽ കാലിക്കറ്റ് FCക്ക് തകർപ്പൻ ജയം. എതിരില്ലാത്ത 3 ഗോളിന് മലപ്പുറം FCയെ തോൽപ്പിച്ചു. മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ നിന്ന് സമീർ ബിൻ കരീം തയ്യാറാക്കിയ റിപ്പോർട്ട്. സൂപ്പർ ലീഗ് കേരളയിൽ മലപ്പുറം FC കാലിക്കറ്റ് FC മത്സരത്തിൽ ആതിഥേയരായ മലപ്പുറം FCക്കെതിരെ 3 ഗോളുകൾക്കാണ് കാലിക്കറ്റ് FC വിജയിച്ചിരിക്കുന്നത്. അതിന്റെ വിജയാഹ്ലാദമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എപ്പോഴും പറഞ്ഞില്ല, ഞങ്ങൾക്ക് ഇവിടെ എവേ സ്റ്റാൻഡ് കിട്ടിയില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, ഗോള് പുള്ളി ഞങ്ങൾ അടിച്ചു. ഒന്നെങ്കിലും ഓല അടിക്കേണ്ടി. ഞങ്ങൾക്ക് സീറ്റും വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ഇത് മതി. കേരളത്തിൽ എല്ലാവർക്കും മലപ്പുറമാണ് ഫുട്ബോളിന്റെ മക്ക എന്നറിയപ്പെട്ടു. പക്ഷെ മലപ്പുറത്തിന് നെഞ്ച് കയറിയിട്ട് കോഴിക്കോട് അടിച്ച് തമ്പർത്തി 2-3 ഇനി ഇവർക്കെല്ലാം അവസാനത്താണ് EMS സ്റ്റേഡിയത്തിൽ നമ്മൾ അടിച്ച് എന്താ ചെയ്യാ, അടുത്ത കളി നോക്കാം.
തിരിച്ചു വരും. കോഴിക്കോടിന്റെ മണ്ണൊക്കെ ഞങ്ങൾ പോകണ്ടേ തിരിച്ചടിക്കാൻ വേണ്ടിട്ട് കാണിച്ചു തരാം. ബാക്കി അവിടെ ഗ്രൗണ്ടിൽ വെച്ച്. ഫോക്കസ് പൂർണ്ണമാകും. ഗുഡ് നൈറ്റ്.